ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോക്ക് ഫോസ്ഫേറ്റിനെ കുറിച്ചാണ്. ഫോസ്ഫറസിൻ്റെ അളവ് പരിഹരിക്കാൻ ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഉത്തമമായ വളമാണ് റോക്ക് ഫോസ്ഫേറ്റ്. ഇത് ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് മൊറോക്കോ, സഹാറ പ്രദേശങ്ങളിലാണ്. ഇന്ത്യയിൽ കൂടുതൽ രാജസ്ഥാൻ പ്രദേശങ്ങളിലാണ്. ഫോസ്ഫറസിൻ്റെ അഭാവം ഇലകളിൽ വയലറ്റ് നിറം ഉണ്ടാകുന്നതിനും വളർച്ച മുരടിക്കുന്നതിനും കാരണമാകുന്നു. ഇത് പരിഹരിക്കാൻ ഒരു പരിധിവരെ റോക്ക് ഫോസ്ഫേറ്റ് ഉപകാരപ്രദമാണ്. അതോടൊപ്പം തന്നെ മണ്ണിരയുടെ അംശം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനും ഫോസ്ഫറസ് സഹായകരമാണ്. ഇത് ഉപയോഗിക്കുന്ന വിധം, ഇപ്പോൾ ഞാനൊരു ജാതിയിലാണ് ഉപയോഗിക്കുന്നത്. ജാതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു 10 വർഷമായ ജാതിയാണെങ്കിൽ 250 ഗ്രാം ഫോസ്ഫറസ് വരെ നമുക്ക് ഉപയോഗിക്കാം. അതേസമയം 5 വർഷത്തിൽ താഴെയുള്ള ജാതിയാണെങ്കിൽ ഒരു 20 ഗ്രാം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊരു സിമൻറ്റ് പോലെ പൗഡർ രൂപത്തിലുള്ള പദാർത്ഥമാണ്. അതിനാൽ തടത്തിലിട്ട് കൊടുത്താൽ ക്ലസ്റ്റർ പോലെ കൂട്ടമായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ജലത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഉചിതം. അപ്പോൾ ഞാനിതിപ്പോൾ 250 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. കാരണം അത് അടിയിൽ ഒരു സിമൻറ്റ് പോലെ കട്ടിയായി കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതോടൊപ്പം ഇത് വളരെ ചൂട് കൂടിയൊരു വസ്തുവാണ്. അതിനാൽ ഇത് കൊടുത്തതിന് ശേഷം എപ്പോഴും ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുശേഷം തണുത്തിൽ ഒഴിച്ചു കൊടുത്ത് ദിവസവും നനച്ചു കൊടുത്ത് ഉചിതമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.